ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 23 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 24, 25 രണ്ട് ശ്ലോകങ്ങൾ നോക്കാം. 24-ാമത്തെ ശ്ലോകം: തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. തസ്മാത്, അതുകൊണ്ട്, അതായത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും പരമപുരുഷന് വേണ്ടിയാകണം ചെയ്യേണ്ടത് എന്നതുകൊണ്ട് ബ്രഹ്മവാദിനാം, ബ്രഹ്മജ്ഞരായവർ അഥവാ വേദജ്ഞരായവർ, സതതം, എല്ലായ്പ്പോഴും, ഓം ഇതി ഉദാഹൃത്യ, ഓം എന്ന മന്ത്രമുച്ചരിച്ചുകൊണ്ട്, വിധാനോക്ത, ശാസ്ത്രോക്തങ്ങളായ, യജ്ഞദാന തപക്രിയാ, യജ്ഞം, ദാനം, തപസ് എന്നീ ക്രിയകൾ പ്രവർത്തന്തേ, ചെയ്യുന്നു. അതുകൊണ്ട്, അതായത് എല്ലാ കർമ്മങ്ങളും പരമപുരുഷന് വേണ്ടിയാകണം ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് വേദജ്ഞരായവർ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവർ എല്ലായ്പ്പോഴും ഓം എന്ന മന്ത്രമുച്ചരിച്ചുകൊണ്ട് യജ്ഞദാനതപ ക്രിയ, യജ്ഞം, ദാനം, തപസ് ഈ ക്രിയകൾ ചെയ്യുന്നു. എല്ലാ കർമ്മങ്ങളും പരമപുരുഷന് വേണ്ടിയാകണം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട്, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്, എല്ലാ കർമ്മങ്ങളും ഈശ്വരന് വേണ്ടിയാകണം ചെയ്യേണ്ടത്, ഈശ്വരന് സമർപ്പിച്ച് വേണം ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് വേദജ്ഞരായവർ, വേദജ്ഞാനികളായിട്ടുള്ളവർ എല്ലായ്പ്പോഴും ശാസ്ത്രവിധിപ്രകാരമുള്ള യജ്ഞം, ദാനം, തപസ് ഈ ക്രിയകളെല്ലാം ചെയ്യുന്നത് ഓം എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എന്ത് മന്ത്രങ്ങളും ശ്ലോകങ്ങളും അർച്ചനകളും എല്ലാം ഓം എന്ന ആ വാക്കുച്ചരിച്ചു കൊണ്ടാണ് പറയുന്നത്. കാരണം ഓം എന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇതും. ഓങ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചത്. ഇനി 25-ാമത്തെ ശ്ലോകം നോക്കാം. തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിർ. തത് ഇതി, തത് എന്നുച്ചരിച്ചുകൊണ്ട്, ഫലം അഭിസന്ധായ, ഫലം പ്രതീക്ഷിക്കാതെ, ഫലത്തെ ത്യജിച്ചുകൊണ്ട്, യജ്ഞ തപക്രിയാ, യജ്ഞ തപസ്സുകളും, വിവിധ ദാനക്രിയാച, പലവിധം ദാനങ്ങളും, മോക്ഷകാംക്ഷിഭിർ ക്രിയന്തേ, മോക്ഷകാംക്ഷികളായവർ ചെയ്യുന്നു. തത് എന്നുച്ചരിച്ച് ഫലം പ്രതീക്ഷിക്കാതെ യജ്ഞ തപസ്സുകളും പലവിധം ദാനങ്ങളും മോക്ഷകാംക്ഷികളായവർ ചെയ്യുന്നു. മോക്ഷേച്ഛുക്കളായവർ ഫലചിന്ത കൂടാതെ തത് എന്നുച്ചരിച്ചുകൊണ്ടാണ് യജ്ഞങ്ങളും തപസ്സുകളും ദാനധർമ്മങ്ങളുമെല്ലാം ചെയ്യുന്നത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അവരുടെ ലക്ഷ്യം. ഭൗതികമായ ഫലപ്രതീക്ഷയോടെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതല്ല. തത് എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ,
തത് ത്വം അസി, അത് നീ ആകുന്നു എന്ന് പറഞ്ഞാൽ തത് എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം. ആ ബ്രഹ്മത്തെയാണ് തത് എന്ന് സൂചിപ്പിക്കുന്നത്. അഥവാ ബ്രഹ്മപ്രാപ്തിയെ, സാക്ഷാത്കാരത്തെയാണ് തത് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ കർമ്മങ്ങൾ കൊണ്ടെല്ലാം പ്രാപിക്കേണ്ട സ്ഥാനമേതോ അല്ലെങ്കിൽ വസ്തു ഏതോ അതാണ് തത്, അതായത് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ ഓം എന്നുച്ചരിച്ചുകൊണ്ട് ചെയ്യുന്നതും ബ്രഹ്മത്തെ പ്രാപിക്കുവാനാണ്. അതുകൊണ്ട് വേദജ്ഞരായവർ അപ്രകാരം ചെയ്യുന്നു. തത് എന്ന് പറഞ്ഞാലും ഈ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ വേണ്ടി തന്നെ, തത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മമാണ്, ബ്രഹ്മപ്രാപ്തിയാണ്. അപ്പോൾ ഈ വേദജ്ഞരായിട്ടുള്ളവർ തത് എന്നുപയോഗിച്ചുകൊണ്ടും കർമ്മങ്ങളും ദാനങ്ങളും യജ്ഞങ്ങളുമെല്ലാം തപസ്സുകളുമെല്ലാം ചെയ്യുന്നു. അതും ബ്രഹ്മസാക്ഷാത്കാരത്തെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.